നമസ്കാരം. CBSE വലിയൊരു പ്രതിസന്ധിയിലാണ്. CBSE പ്രതിസന്ധിയിലല്ല, വിദ്യാർത്ഥികളുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ വലിയൊരു കാരണക്കാരനായി മാറിയിരിക്കുകയാണ് CBSE ബോർഡ്. വിദ്യാഭ്യാസ സംവിധാനത്തിലെ വലിയ വെല്ലുവിളികളാണ്. ഇന്ന് എത്ര വലിയ സംവിധാനമാണ് ചെറിയ പാകപ്പിഴകൾ കൊണ്ട് ഒരു സെക്കൻഡറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ പരീക്ഷാ സംവിധാനത്തിൽ ഒന്ന് ചെറിയ സോഫ്റ്റ്വെയർ പാകപ്പിഴകൾ. എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സെക്കൻഡറി ബാക്കപ്പ്, ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊന്ന്, ഇതൊക്കെ പതിവാണ്. എല്ലാം പാപ്പരായിട്ടുള്ള ഒരു സമയം. ഇന്ത്യക്കകത്തും പുറത്തുമായി ആയിരക്കണക്കിന് സ്കൂളുകൾ, അതും വിദ്യാർത്ഥികൾ ഇപ്പോൾ നീറ്റ് എക്സാം എഴുതി നീറ്റ് എക്സാം പാളിപ്പോയി. ബോർഡ് എക്സാം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ വാറിൻ്റെ സമയത്ത് ക്ലാസ്സുകൾ നടന്നില്ല, പരീക്ഷ നടന്നില്ല, വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഓരോ പോംവഴികൾ കണ്ടുപിടിക്കാൻ സാധിക്കണം. 886 ലക്ഷം ആൻസർ ഷീറ്റുകൾ കൈകാര്യം ചെയ്യുന്നു എന്നാണ് അറിവ്. അത്രയും വലിയ ഒരു എക്സാമിനേഷൻ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ പോർട്ടലിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം, ആൻസർ ഷീറ്റ് സ്കാൻ ചെയ്യുക, റീവാല്യൂറ്റ് ചെയ്യുക, പേയ്മെന്റ് ഗേറ്റ് വേ നടത്തുക, മോഡേണൈസേഷൻ ആവശ്യം വരുന്ന പോലെ, ഇതൊക്കെ AI അസിസ്റ്റഡ് ഇവാലുവേഷൻ സിസ്റ്റംസ് ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നം. CBSEയുടെ റിസൾട്ട് വന്നതിന് ശേഷം റീവാലുവേഷൻ പോർട്ടല്, പേയ്മെന്റ് ഫെയിലിയർ, റോങ് ഫെയിലിയർ, ഫീ ഡിഡക്ഷൻ നടക്കുന്നുണ്ട്, സർവർ ഓവർലോഡാണെന്ന് പറയുന്നു, ആൻസർ ഷീറ്റിൽ ഡിലേ ഉണ്ടാവുന്നു, ഇവാലുവേഷനിൽ മിസ്സായിട്ടുണ്ടാവാം പലതും. ഒരു മാർക്ക് മാറുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ കരിയർ, അയാൾക്ക് കിട്ടാവുന്ന കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, സ്കോളർഷിപ്പുകൾ, ബോർഡ് അഡ്മിഷൻസ്, ഇതിലൊക്കെ പ്രതിസന്ധിയിലാവും. റിസൾട്ട് പെൻഡിങ് എന്ന് പറഞ്ഞ് റീവാലുവേഷൻ നോട്ട് ഓപ്പണിംഗ്, പോർട്ടൽ നോട്ട് വർക്കിംഗ് എന്നൊക്കെ കാണുമ്പോൾ ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ അല്ല, ഇതുകൊണ്ടുണ്ടാവുന്ന സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്, വിദ്യാർത്ഥികളുടെ ആങ്സൈറ്റിയാണ്. ഇത് മാർക്സിനെ കുറിച്ചുള്ള ആങ്സൈറ്റി അല്ല, അതിൽ കുട്ടികൾക്കും പാരൻസിനും ഉണ്ടാവും. ഇത് ഇൻവോൾവ്ഡ് അല്ലാത്തവരും കേട്ടിട്ട് ഉള്ള മനുഷ്യന്മാർക്കും നമ്മളെപ്പോലെയുള്ള സമൂഹത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് ഇടപെടുന്ന നമ്മൾക്ക് പോലും വലിയ എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു ബോർഡാണ് CBSE ബോർഡ്. അത് അവരുടെ ഡ്യൂട്ടി പാകപ്പിഴയിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന് പറയുക? സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയണം, പാനിക്കാണ്, സെൽഫ് ഡൗട്ട് ഉണ്ടാവുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടാവുന്നു. മാർക്ക് മാത്രമല്ല, അഡ്മിഷൻ മാത്രമല്ല, അതുകൊണ്ടുണ്ടാവുന്ന ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, അതുകൊണ്ടുണ്ടാവുന്ന ഡിലേ, ഭാവി എന്താവുമെന്ന ഭയം, ഇത് നീറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ. ഇപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA എന്ന് പറയുന്ന നീറ്റ് UG പരീക്ഷ നടത്തുന്ന മത്സര പരീക്ഷകളിൽ ഏറ്റവും വലിയ ഒരു 20-25 ലക്ഷം വിദ്യാർത്ഥികൾ ആ വർഷങ്ങളോളം കോച്ചിങ്ങുകൾക്ക് ശേഷം, ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിൽ കോച്ചിങ് റിപ്പീറ്റ്, റീറിപ്പീറ്റ്, സൂപ്പർ റിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ എത്രയോ ടെൻഷനുകൾ ഏറ്റെടുത്തിട്ടാണ്. സൈക്കോളജിക്കലായിട്ടുള്ള ഒരു വലിയൊരു ഷോക്കാണത്. ഇതിൽ 2026 പേപ്പർ ലീക്ക്, ഇപ്പോൾ CBSEയുടെ പ്രോബ്ലം. നമ്മൾ ഒരു പ്രോബ്ലം വന്നപ്പോൾ വിചാരിച്ചു അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം, അതിനേക്കാളും വലിയ പ്രോബ്ലമാണ് ഇപ്പോൾ CBSEയുടെ. നീറ്റ് വന്നപ്പോൾ അതാണ് വലിയ പ്രോബ്ലം എന്നാണ് വിചാരിച്ചത്. ഇതിന് എന്താണ് പോംവഴി? എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും എന്താണ് ചെയ്യുന്നത് എന്നാണ് മനുഷ്യന്മാർ, ബോധമുള്ളവർ, ഇന്ത്യയിലെ ഓരോ സിറ്റിസണും ഇതിനെപ്പറ്റി കൺസേൺഡ് ആണ്. ഗവൺമെൻറ്റിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിൽ IIT പോലെയുള്ള വലിയ വലിയ എക്സ്പേർട്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി എന്താ കാര്യം? നടക്കേണ്ട സമയം ഫുൾ പ്രൂഫായിട്ട് കാര്യമായിട്ട് നടത്താൻ സാധിക്കാതെ കഴിഞ്ഞ് എൻക്വയറി നടന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് എന്ത് കാര്യം? അപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എക്സാം ഇൻറ്റഗ്രിറ്റി ശക്തമാക്കാനും, ലീക്ക് തടയാനും, ഡിജിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം നടത്താനും, ട്രാൻസ്പെറൻസി ഉറപ്പാക്കാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ വലിയ ചിന്തകൾ, വലിയ മാർഗനിർദ്ദേശങ്ങൾ വളരെ കണിശമായി. ഇതൊന്നും ഗവൺമെൻറ് എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ അല്ല നമ്മൾ പറയുന്നത്, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യൽസ് കാര്യമായിട്ട് ഇത് എടുക്കുന്നില്ല എന്നല്ലേ കാണുന്നത്. അപ്പോൾ
ജീവിതത്തിനായി പഠിക്കുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്നിഗ്ധാവസ്ഥയിൽ കടന്നു പോകുമ്പോൾ പരീക്ഷയ്ക്കായിട്ട് മാത്രമല്ല പഠിക്കുന്നത്, റാങ്കിന് മാത്രമല്ല അവർ പഠിക്കുന്നത്. ഇത് വലിയൊരു വിസ്ഡമാണ്. ആക്ടിവിറ്റിയുടെ ടെസ്റ്റ് എന്ന് നടത്തുന്ന പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകൾ നടത്തിയിട്ട് പരീക്ഷ മാർക്ക് വെച്ചിട്ടല്ലോ അഡ്മിഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഓരോ സിസ്റ്റത്തിനും ഉണ്ട് എന്നുള്ളത്. CBSE സ്റ്റേറ്റ് സിലബസ് കുറേ മോഡിഫിക്കേഷൻസ് നടക്കുന്നു, പുതിയ NEP വരുന്നു, വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന് ക്രെഡിറ്റ് എടുക്കുന്ന ഗവൺമെൻറ് ഉള്ള സിസ്റ്റത്തിന് നേരിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു, അതെത്രത്തോളം മുന്നോട്ട് പോയി, എന്താണ് നടക്കുന്നത് എന്ന് വലിയൊരു ചോദ്യം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിലും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.